ഹലോ നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് മുളകാണെന്ന് മനസ്സിലായോ? ഇത് കാന്താരി മുളകാണ് കേട്ടോ. കണ്ടാൽ കൊമ്പമുളക് പോലെ ഇരിക്കുമെങ്കിലും ഇത് വയലറ്റ് കാന്താരിയാണ്. അപ്പോൾ ഇതെൻ്റെ അടുത്തില്ലായിരുന്നു, അപ്പോൾ എനിക്കൊരിടത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അത് വയലറ്റ് നിറത്തിലുള്ളതൊക്കെ അരച്ചു. പിന്നെ പഴുത്തിരുന്നപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നും പോയി. അപ്പോൾ ഇത് ഉണങ്ങാൻ വെച്ച് ഉണങ്ങി. ഇന്നിത് നടാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ ചട്ടി ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിത്ത് ഇത് പൊട്ടിച്ച് ഇതിനകത്ത് നിരത്തി വയ്ക്കാം. 2 കാന്താരി ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് നിറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഒത്തിരി അരി ഉണ്ടായിരുന്നു ഉണ്ടോ. ഇതിനകത്ത് വെളുത്ത് കാണുന്നത് മുഴുവൻ ഈ മുളകിൻ്റെ അരിയാണ്. ഒരെണ്ണത്തിനകത്തൊരു 10-20 അരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കിളുക്കുമോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് മൂടി മണലിട്ട് കൊടുക്കാം. മണലിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പണ്ട് തൊട്ട് ഞാൻ എൻ്റെ ചാച്ചനും വല്യപ്പനും ഒക്കെ കണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണിച്ച് കണ്ടിരിക്കണേ. മണൽ ഇട്ട് മുളച്ച് വരാൻ എളുപ്പത്തിനും വേരോടാൻ എളുപ്പത്തിനും വേര് പറിച്ച് നടുമ്പം വേരിന് ചിലപ്പം വേര് മുറിഞ്ഞൊന്നും പോകാതെ പറിച്ച് നടാൻ വേണ്ടിയൊക്കെ ആയിട്ടായിരിക്കും. തവാരണകളിലും പിന്നെ ചകിരിക്കകത്തും ഒക്കെ ഓരോ സാധനം പാകുമ്പം മണലിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ മണലാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണിനകത്താണ് അരി ഇട്ടത്, മണ്ണിനകത്ത്. ഇനി മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കനത്തിൽ മണലിട്ട് കൊടുക്കുകയാണ്. ഇന്ന് ചിങ്ങം 4. നമുക്കറിയാം എത്ര ദിവസം കൊണ്ട് ഇത് കിളിർത്ത് വരുമെന്ന് നോക്കാം. നമ്മൾ പാകിയ നീലക്കാന്താരി മുളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇഞ്ചി കഷ്ണം ഉണ്ടായിരുന്നു, അതും കൂടെ മുളച്ച് നിൽപ്പുണ്ട്. അത് ഇല്ലാതെ നിങ്ങൾ ചീനിത്തൈ നമുക്ക് പറിച്ച് നടാനുള്ളതല്ലേ. അതിനൊരു ഇലയ്ക്കൊരൽപ്പം സാധാരണ കാന്താരി ചീനിക്കടലിൽ ഇലയ്ക്ക് ഒരല്പം നീല നിറമുണ്ട് കേട്ടോ. ഇനി ചിലതിന് കുറവാണ് താനും. ഈ നീല നിറം കുറവുള്ളത് ചിലപ്പോൾ ഉണ്ട്. ഇഞ്ചിയോട് ചേർന്ന് നിൽക്കുന്നത് അതിന് നല്ല നീല നിറമുണ്ട്. ഇതിനും 2 നല്ല നീല നിറമുണ്ട്. ചിലത് നീലക്കാന്താരിയും ചിലത് സാധാരണ കാന്താരി ആകുമെന്ന് അറിയത്തില്ല. ചിലത് നമ്മുടെ നീലച്ചീനികൾ എന്തായെന്ന് നോക്കാം. കണ്ടോ, കുറച്ചുകൂടെ വലുതായി. ഇനി പറിച്ച് നടാറായി. അടുത്ത ദിവസം മഴ പെയ്യുന്ന ദിവസം നമുക്കിതെല്ലാം പറിച്ച് ഇതിനെ പറമ്പിലേക്ക് മാറ്റി നടണം. നമ്മുടെ ചീനികൾ ഇന്ന് പറമ്പിലേക്ക് മാറ്റി നടുക. ഒരെണ്ണം നട്ടു. ഇനി നീല നിറമുള്ളത് 5-6 ഉള്ളൂ. ചിലതിനൊക്കെ നീലച്ചീനിയുടെയാണ് പാകിയതെങ്കിൽ പോലും എല്ലാ ചീനിയും നീല നിറത്തി വന്നിട്ടില്ല. ഉണ്ടോ, ചിലതിൻ്റെ ഇല നീലയാണ്, ചിലതിൻ്റെ തണ്ട് മാത്രം നീലയാണ്. ഇപ്പോൾ കുട്ടപ്പന്മാരായി ഇവരെല്ലാം നമുക്കിന്ന് ഇവിടെ കുഴി കുത്തി ചാണക അടിവളമായിട്ടിട്ട് നടാം. ഇതുപോലെ എല്ലാം നടാം. കുഴികളിവിടെ ഇവിടെ തക്കാളിയും ഒക്കെ നിൽപ്പുണ്ട്. തക്കാളിയൊക്കെ പൂട്ടു, അതിൻ്റെ കാടൊക്കെ പറിക്കാറായി. അപ്പം നമ്മളിങ്ങോട്ട് വന്നതല്ലേ, ഒരു മുളക് പറിച്ചുകൊണ്ട് പോയേക്കാം. ആദ്യം ഉണ്ടാകുന്നതൊക്കെ മൂക്കാൻ നിർത്തരുത്, അതിന് മുമ്പിൽ പറിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന്, 3, 4, 5, 6, 7, 2 കൂടെ ഉള്ളൂ. 8, 9 ഉണ്ട്. ഇനി നമുക്ക് കായ ഉണ്ടായി കഴിയുമ്പം ബാക്കി വീഡിയോ എടുക്കാം.